കാര്യമല്ല, ഇതൊരു ഓഫറാണ്. ശരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ ഒരു കൊല്ലമുള്ള സഹനം ദൈവം 10 ദിവസമായിട്ട് ചുരുക്കും. ഈ സമയ ചുരുക്കം ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ എന്താ? ദൈവത്തോട് അടുത്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലമാണ് അതുകൊണ്ട് സഹിക്കേണ്ടി വരണമെന്നുണ്ടെങ്കിൽ ദൈവം അത് സമയം ക്ലിപ്തം ചെയ്യും. കാര്യം സമയത്തിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലായത് കാരണം നമ്മളെ ഇങ്ങനെ ഒടുക്കത്തെ സഹനങ്ങളിലേക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സഹനത്തിന്റെ സമയ ചുരുക്കം പ്രാപിക്കാൻ നിന്റെ സന്നിധിയിൽ എന്നെ ചേർത്ത് നിർത്തണമേ. പ്രാർത്ഥനകളിലും സൽപ്രവൃത്തികളിലും ഉടമ്പടി ജീവിതത്തിലും എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ. മെറ്റീരിയൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസബദ്ധമല്ലാതിരിക്കാൻ നോക്കണം. മാംസബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോഗബദ്ധമല്ലാതിരിക്കാൻ നോക്കണം. പിടികിട്ടിയ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉടമ്പടി ഒരിക്കലും നിയോഗബദ്ധമായിരിക്കുക. നിയോഗം അതിനകത്തുണ്ട്, പക്ഷെ നിയോഗബദ്ധമായിരിക്കരുത്. എന്നുവെച്ചാൽ നിയോഗം നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു ആധ്യാത്മിക പരിചരണമായിട്ട് നിങ്ങളിതിനെ റെഡ്യൂസ് ചെയ്യരുത്. അതിൻ്റെ കാരണം നിയോഗബദ്ധമായി കഴിഞ്ഞാൽ ഈശോ ഈ നിയോഗബദ്ധത്തിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ? ആത്മാവാണ് ജീവൻ നൽകണത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിയോഗബദ്ധമായി കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ നിയോഗം അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ വിഷയം പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് ബൈബിള് അതിനെ വിളിക്കുന്നത് ജഡമെന്നാണ് വിളിക്കുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പം പിന്നെന്താണ് ജഡം? മെറ്റീരിയലായിട്ടുള്ള വശം അതിനാണ് നിങ്ങൾ അവലംബിക്കണമെങ്കിൽ നിങ്ങൾക്കത് ഉപകരിക്കപ്പെടത്തില്ല. അതാണ് വിഷയം, ഉപകരിക്കപ്പെടത്തില്ല. അപ്പം നമ്മളിത് എന്തിനാണ് ഈ ബൈബിൾ അറിയണതിൻ്റെ കാര്യം എന്താ? നമുക്ക് ബൈബിൾ അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഈ ബൈബിൾ അറിയണത്. ഈശോ എന്താ പറഞ്ഞത്? ചിലപ്പോൾ വെട്ടൊക്കെ കിട്ടും, ഒറ്റ വെട്ടൊക്കെ ഉടമ്പടിയിലാണെങ്കിലും ചിലപ്പോൾ വെട്ടൊക്കെ കിട്ടുമെന്ന് പറയും. എന്തിനാണ് വെട്ട് കിട്ടണത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അവനതിനെ വെട്ടി ഒരുക്കുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്.